സ്പെഷ്യൽ സോണിലേക്ക് സ്വാഗതം. ഞാൻ പൂർണിമ ശ്രീനാഥ്. ദീപാവലി സ്പെഷ്യലായിട്ട് സാരിയിൽ നമുക്ക് എങ്ങനെ സുന്ദരിയാവാം എന്നുള്ള ചെറിയൊരു മേക്കപ്പ് ആട്ടോ. വലിയ ഹെവി മേക്കപ്പ് ഒന്നുമല്ല, സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സംസാരിച്ച് കൂടുതൽ സമയം കളയാനില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ എന്നും യൂസ് ചെയ്യാറുള്ള ലാക്മേയുടെ പീച്ച് മിൽക്കിൻ്റെ മോയ്സ്ചറൈസറാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഞാൻ ഹിമാലയയുടെ ഫേസ് വാഷ് ഇട്ടിട്ട് നല്ലതായിട്ട് ഫേസ് ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, മേക്കപ്പിന് മുന്നേ ആയിട്ട്. അതായത് നമ്മുടെ ഓപ്പൺ പോൾസിലൊന്നും ഈ കെമിക്കൽ പ്രോഡക്റ്റ്സ് ഒന്നും കയറി അടങ്ങി ഇരിക്കാതിരിക്കാനും ആണ്. കൂടാതെ തന്നെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എല്ലാം നല്ലതായിട്ട് ബ്ലെൻഡ് ആവാനും മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. അടുത്ത് ഞാൻ എടുത്തിരിക്കുന്നത് എൻവൈബയുടെ കളർ കറക്റ്റർ, കോണ്ടോർ, കൺസീലറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിക്കാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കറുത്ത പാടുകളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ട് ഇത് വളരെ യൂസാണ്. ഇതെടുത്തിരിക്കുന്നത് ലാക്മേയുടെ ഫൗണ്ടേഷനാണ്, പെർഫെക്റ്റിംഗ് ഫൗണ്ടേഷനാണ്. ഐബ്രോസിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എൻവൈബയുടെ ഐബ്രോ സെറ്റിംഗ് കോലാണ്. സ്വിസ് ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റാണിത്. ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ റേഞ്ചിലും കൂടെ വരുന്ന ഒരു ഐഷാഡോ പാലറ്റാണിത്. ഇതിൽ അത്യാവശ്യം വേണ്ടുന്ന കളർ അവൈലബിൾ ആണ്. ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇത്തിരി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന്. ഡീപ്പായിട്ടൊരു ബ്ലാക്കാണ്, അതുപോലെ വാട്ടർ പ്രൂഫാണ്. ഇത് വന്നിട്ട് എൻവൈബയുടെ തന്നെ കാജലാണ്. വാട്ടർ പ്രൂഫും ഡീപ്പ് ബ്ലാക്കും ആയിട്ടുള്ളൊരു കാജലാണ്. അടിപൊളി കാജലാണ് കേട്ടോ. ഇതും എൻവൈബയുടെ തന്നെയാണ്, ഒരു അടിപൊളി ഐലൈനറാണ്. ഡീപ്പ് ബ്ലാക്കും അതുപോലെ വാട്ടർ പ്രൂഫും ആയിട്ടുള്ളൊരു ഐലൈനറാണ്. ക്ലാരിറ്റി ഇഷ്യൂ ഒക്കെ ഉണ്ടാവും വീഡിയോയ്ക്ക്, കാരണം ഞാൻ ഫോണിലാണ് എടുക്കുന്നത്. കൂടാതെ ഇത് കുറച്ചൊന്ന് നാച്ചുറൽ ലൈറ്റ് പോയത്, അതായത് ഇരുട്ടായതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും. അപ്പോൾ ലൈറ്റിൻ്റേതായ പ്രശ്നമുണ്ട്. അതേപോലെ ഫോണിൻ്റെ ക്യാമറയിൽ എടുക്കുമ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ടല്ലേ. അപ്പോൾ
നമ്മുടെ ലിറ്റിൽ സോള് ക്ലച്ച് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ക്യാമറയും കുറച്ച് ക്ലാരിറ്റിയിലുള്ള കാര്യങ്ങൾ, ക്ലാരിറ്റിയിൽ വീഡിയോ കിട്ടാനുള്ള കാര്യങ്ങളൂടെ ചെയ്യാം. അപ്പോൾ ക്ലച്ച് പിടിക്കണമെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പ് വേണം. അപ്പോൾ അത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സ്വിസ് ബ്യൂട്ടിയുടെ ഈ പാലറ്റിൽ നിന്ന് തന്നെ ഞാൻ കോണ്ടോർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. സാരിയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ എന്തോ ഒരു മിസ്സിങ് ഇല്ലേ, ഇതായിരുന്നു മിസ്സിങ്.
അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ മേക്കപ്പ് ലുക്ക്? നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇത് വന്നിട്ട് സാരി ഒരു ഗോൾഡൻ യെല്ലോ കളറാണ്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന ഒരു കളറല്ല കേട്ടോ, ഒരു ഗോൾഡൻ യെല്ലോ കളറാണ്. ബ്ലൗസ് വന്നിട്ട് ഒരു ഗ്രീനിഷ് കളറാണ് കേട്ടോ. ഇത് വന്നിട്ട് ജയലക്ഷ്മിന്ന് കഴിഞ്ഞ വർഷം വെഡിങ് ആനിവേഴ്സറിക്ക് ഹസ്ബൻഡ് മേടിച്ചു തന്നതായിരുന്നു. അപ്പോൾ മാല വന്നിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒരു 3 വർഷം മുൻപേ ഞാൻ മേടിച്ചതായിരുന്നു. ഇത് സെറ്റായിട്ട് ഇതിൻ്റെ ഒരു വലിയതായിട്ടുള്ളൊരു മാല കൂടിയുണ്ട്. പിന്നെ പൂ വന്നിട്ട് ഒറിജിനൽ പൂ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അറ്റംപ്റ്റ് നടത്തുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുതേ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. അപ്പോൾ അടുത്ത കിടലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.